പിരിയുമ്പോ വിഷമമുണ്ട്. അപ്പൊ ഒരു ബ്ലോഗർ ഫുണ്ടാ. ഒരുപാട് മിസ് ചെയ്യും ഞാൻ. എല്ലാവർക്കും എൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരുപാട് നാളായി നിങ്ങൾ ഇങ്ങനെ ഒന്ന് സംസാരിച്ചിട്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് മേ ബി നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. ഇന്ന് നമ്മുടെ കോളേജിലെ ഫെയർവെല്ലാണ്. 3 വർഷം ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന എൻ്റെ കോളേജിലെ ക്ലാസ് എല്ലാം കഴിഞ്ഞുണ്ട്. ഇതാണ് അവസാനത്തെ ക്ലാസ്. ഇനി പരീക്ഷ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ കോളേജ് ലൈഫ് ഇവിടെ എൻഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്താ പറയുക, രാവിലെ ഇപ്പം 8:30 മണിയായി. ഇനിയിപ്പം നേരെ പോയി ഡ്രസ്സൊക്കെ ഇട്ട് കോളേജിൽ പോകണം. അപ്പോൾ വിതൗട്ട് എനി അഡ്യൂ നമുക്ക് വ്ളോഗിലോട്ട് പോവാം. ഇതാണ് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ഇടാൻ പോകുന്ന ഔട്ട്ഫിറ്റ്. ആരും ദയവ് ശബരിമലയിൽ ഇടല്. അപ്പോൾ നമ്മുടെ ക്ലാസ് ഫുള്ള് 2 ക്ലാസ് ഫുള്ള് ഈ കോസ്റ്റ്യൂമാണ് ഇടുന്നത്. എനിക്ക് അറിയത്തില്ല ഇതിപ്പോൾ എങ്ങനെ ഉണ്ടെന്ന്. പരിപാടി നല്ലവണ്ണം പോയി ഇല്ലെങ്കിൽ ഇവിടെ ഏറ്റവും കിടിലമായത് മിക്കയാണ്. മിക്ക വ്ളോഗിൽ കാണിക്കുന്നതിനൊരു പരാതിയുണ്ട്. നമ്മളിന്ന് അടിച്ചു പൊളിക്കുന്നതായിരിക്കും. എന്തുവാ ഇന്ന് നീ എന്താ കയ്യിൽ ഇതൊന്നും ഇടാതെ വന്നത്? കയ്യിലിട്ട് കഴിഞ്ഞാൽ എനിക്ക് ബോറാ, അഴിഞ്ഞു പോയപ്പോഴും. അതുകൊണ്ട് തന്നെ കയ്യിൽ എനിക്ക് മാച്ച് ഞാൻ എന്ത് പറയാൻ സ്വാമി ശരണം. ഓ നീ എന്ത് കയ്യിലെടുക്കാൻ? ഇതെന്തോടാ ഈ മെയിൻ കൺട്രാക്ക് അസീബ് എന്തോടാ ഭയങ്കര മെയിൻ കളിയല്ലേ? ഇവിടെ തമ്പിയുണ്ട് മെയിൻ കളിക്കാൻ. പിരിയുന്ന കൂട്ടുകാർ നമ്പർ കരടാ. അതെന്തായാലും ഒരു വിഷമം. അതെ, എല്ലാം കഴിയുന്നു പറയുമ്പോ. അതെ. സൈനോ, ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യുന്ന സൈനോയ്ക്ക് വേണ്ടിയാണ്. സൈനോ പറടാ. എന്ത് പറയാന്? പുതിയ ഉടുപ്പൊക്കെ ജെട്ടി ഉൾപ്പെടെ അത് സത്യം കേട്ടോ, അത് സത്യം. എടാ ഇത്രയും പേര് ബ്ലാക്ക് ഇട്ടേക്കുക, നീ മാത്രം ഇതിനകത്ത് വ്യത്യസ്തനായ എന്തുണ്ട്? അതൊരു പോയിന്റ്. പിന്നെ ഞാൻ ചോദിച്ചായിരുന്നു, ഗ്രൂപ്പിൽ ചോദിച്ചു, അളിയ എന്റെ ബ്ലാക്ക് ഇല്ല വൈറ്റ് ഇടാം. അപ്പൊ ഒരു ബ്ലോഗർ ഫുണ്ടാ എന്നോട് പറഞ്ഞ് ഞാൻ ഇന്നലെ ബ്ലാക്ക് എടുത്ത് അല്ല ഞാൻ ഇന്നലെ കടയിൽ പോയി ബ്ലാക്ക് ഷർട്ട് എടുത്ത്, അതുകൊണ്ട് എനിക്ക് മാറ്റാൻ പറ്റൂല. ഒരു വർഷം ഇല്ലേ വൈറ്റ് കഴുകിയിട്ടിരുന്ന ഞാനാണ്. പോട്ടെ, ഇനിയിപ്പോ മലയ്ക്ക് പോവാം നമുക്ക് എല്ലാവരും കൂടെ. അടുത്ത വർഷം മലയ്ക്ക് പോവാം. ഒരു ഫോട്ടോ എടുത്തിട്ട് വരാം കൈസ് എല്ലാവരും കൂടെ. 2 ക്ലാസ്സും കൂടെ ചേർന്നാണ് നമ്മൾ ഫെയർവെല്ലിൽ സെറ്റ് ചെയ്തേക്കുന്നത്. വെച്ചാൽ BCom CAയും BCom ഫിനാൻസ്. എൻ്റെ ക്ലാസ്സിലെ പെൺകുട്ടികളോട് ഇനി അഭിപ്രായം ചോദിക്കാം. പിരിയുന്നോണ്ട് വിഷമമുണ്ടോ എല്ലാവരെയും? ഇല്ല, സന്തോഷം മാത്രം. ഞാനും അതാ തുടക്കത്തിൽ വ്ളോഗിൽ ഇല്ലടാ, എനിക്ക് എന്തുവാ പിന്നെ. അതെ അജിനാക്കായിരിക്കും വിഷമ ഫുള്ള്. അതെ ഇങ്ങോട്ട് തിരിയടേ. ദർശന ഹലോ തൊലച്ച് പറ, എല്ലാരും വ്ളോഗിൽ പറയൂ. വല്ല പറയണേ. എന്റെ വക പാട്ടുണ്ട്, എല്ലാരും പ്രോത്സാഹിപ്പിക്കണം. ഭയങ്കര വിഷമമാണ്, ഞാൻ ഒരുപാട് മിസ് ചെയ്യും. പണ്ട് തൊട്ടേ അതാ ഞാൻ ഇവിടെ എവിടെ പോയാലും കാണുന്നേ, ഞാൻ മിസ് ചെയ്യും. എന്റെ ഇവിടെ എക്സാം ഹോളിൽ ഇരുന്നിട്ട് അല്ലാണ്ട് മിസ് എന്നെ ഭയങ്കര എന്റർടൈൻ ചെയ്തു എന്റെ ഇർഫാൻ. നന്ദി, നമസ്കാരം. നമ്മുടെ ഫെയർവെൽ ആണെന്ന് നമ്മൾ അടിച്ചു പൊളിക്കാൻ പോവുകയാണ്. ഇറക്കി വിടുവാന്ന് പറഞ്ഞാ നമ്മളെ പരീക്ഷയ്ക്കൊന്നും ഇല്ല, ഇറക്കി വിടുവാ. ഇനി ഇങ്ങോട്ട് നീ കരയുവോ? ഞാൻ കരയത്തില്ല, ഇറങ്ങിയിട്ട് വേണം നിന്നെയൊക്കെ ഒന്ന് മറക്കാൻ. അല്ല, ഇറങ്ങിക്കഴിഞ്ഞാൽ സ്പോട്ട് ഞാൻ ബ്ലോക്ക് ആക്കണം. ഒന്നും പറയില്ല. ഇവിടെ നിന്ന് ഇറങ്ങി വലിയ ആള് ബ്ലോഗറൊക്കെ ആയാലും വഴിയിലൊക്കെ ചെയ്യുന്ന ഇൻഫാനെ കാണും. ഞങ്ങളുടെ പഠിച്ച അല്ല നമ്മൾ നമ്മുടെ പിള്ളേരുടെ അടുത്ത് പറയും ഞങ്ങളുടെ പഠിച്ച ചെറുക്കനായിരുന്നു. എനിക്ക് വീഡിയോ ചെയ്ത് തന്നില്ലേ? ചെയ്തരാ. ഇല്ല, ഞാൻ വേറെ കൊടുത്തിട്ട്. അതൊരു അൺസബ്സ്ക്രൈബ് വണ്ടി പഞ്ചറായി ഞാൻ ഫ്രണ്ടിൽ കൂടെ തള്ളിക്കൊണ്ട് പോകുന്നുണ്ടല്ലേ. ഒരു വണ്ടി പഞ്ചറായി ഞാൻ ഇവിടെ മുമ്പിൽ കൂടെ തള്ളിക്കൊണ്ട് പോയത്. നമുക്കിനി അതെ നമുക്കിനി നമ്മളെ ഈ ഫെയർവെൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കാണാല്ലേടാ. അതെ, അപ്പോൾ നമ്മളാരും പ്രതീക്ഷിക്കാത്തൊരു ചെറിയ സെറ്റപ്പ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് രാവിലത്തെ ഒരു തട്ടിക്കൂട്ട് സെറ്റപ്പല്ല, എന്തായാലും പറ്റുന്നത്ര മാക്സിമം ചെയ്തിട്ടുണ്ട്. ഇത് സംഭവം എന്ന് വെച്ചാൽ എല്ലാവരും നമ്മളെ 2 ക്ലാസ്സിൻ്റെയും ഫോട്ടോസ് ചെയ്തിട്ടുണ്ട്.
എല്ലാം വേണമെങ്കിൽ ഒന്ന് നമ്മുടെ കോളേജ് തുടങ്ങിയ സമയം തൊട്ടുള്ള സാധനങ്ങളെല്ലാം ഇൻക്ലൂഡഡ് ആണ്. അവിടെ നമ്മുടെ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ അവിടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഉള്ള അത് എനിക്ക് തോന്നുന്നു ഫിനാൻസിൻ്റെ ഗ്രൂപ്പ് ഫോട്ടോ ആണ്. പിന്നെ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഗ്രൂപ്പ് ഫോട്ടോ മുകളിലുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റിനും ഇവിടുന്ന് ഇറങ്ങി രാഷ്ട്രീയത്തിലോട്ട് കയറാൻ പോവാ ഷെർ. അതെ, ഏത് പെണ്ണുങ്ങളുടെ കണ്ടാലും അവൻ കയറിക്കോണം. ആസിഫ് തമ്പി റോഡോളാം. ആശർ ഇറങ്ങിയില്ലടാ. ഇനി നമ്മൾ ഒരു ഫോട്ടോ എടുത്തിട്ട് വരാൻ കഴിച്ചു. ഒരു ഫോട്ടോ ഒക്കെ എടുത്താലേ ചൂട്. ഭയങ്കരമായ ചൂട്. ഇത്ര നേരം നിന്ന് കറുപ്പും കൈലിയും എല്ലാം കൂടി ഇട്ട് ഭയങ്കരമായ ചൂട്. ഒരു സ്ഥലത്ത് നിന്ന് ഫോട്ടോ എടുത്ത് നമ്മളെല്ലാവരും കൂടി ഫിനാൻസ് അറിയാണോ? ശേ, അപ്പം നമ്മൾ അങ്ങോട്ട് മാറട്ടെ. ഇത് ഫിനാൻസ് അറിയാണോ? അപ്പം നമ്മൾ ഇതിനകത്തില്ല. ഇതാണ് നമ്മുടെ ബികോം ഫിനാൻസ് ബാച്ച് അല്ലേടാ? അതെ അതെ. ഇവരുടെ ഒരു ഫോട്ടോ സെക്ഷൻ. ഇനി സിയുടെ വിളയാട്ട് എവിടെ ഇരിക്കണം? ഇടാ വയ്യ വയ്യ. മൈക്ക് കണ്ടോ? അതെ, ലാസ്റ്റ് ഫ്രെയിം ആണ്. അതെ. ആശിരി എങ്ങനെ ഉണ്ടായിരുന്നടാ ഫോട്ടോ എടുത്തിട്ട്? അതെ, കൊള്ളായിരുന്നു. അപ്പൊ ഇനി എന്തോ പരിപാടി നമ്മള് പറഞ്ഞിട്ട് വ്ളോഗ്? പരിപാടി എന്തിനാണ്? ഇനി മൊത്തം കലാപരിപാടികളാണ്. അതെ, പാട്ട്, ഡാൻസ്, അങ്ങനെ വിവിധ കലാപരിപാടികൾ. ഇനി ഇതിൻ്റെ അകത്ത് കയറാം. എന്തൊക്കെയാണ് നമുക്ക് ഓൾറെഡി നിങ്ങൾ കണ്ടു കാണും, ഞാൻ കാണിച്ചിട്ടുണ്ട്. പക്ഷെ എന്തായാലും നമുക്ക് ഒന്നുകൂടെ കയറി നോക്കാം അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ്. എന്നാ പറ, എങ്ങനെയുണ്ട്? നമ്മളെ പിരിയുമ്പോൾ വിഷമമുണ്ടോ? പിരിയുമ്പോൾ വിഷമമുണ്ടോ? ഞാൻ പറഞ്ഞാ മതിയോ? ഞാൻ പറയാം. തേർഡ് സെമസ്റ്റർ തൊട്ടാണ് ഞാൻ വന്നത്. വളരെ നല്ല കുട്ടികളാണ്. ലാബിലൊക്കെ വളരെ അച്ചടക്കവും. പമ്പോ നമ്മളെ പിരിയുന്നതിൽ വിഷമമുണ്ടോ? വിഷമമുണ്ടോ? വിഷമമില്ല. അത്രയും നല്ലത്. സന്തോഷം. നന്ദി, നമസ്കാരം. വിഷമമുണ്ട്, പക്ഷെ ഞാനത് പുറത്ത് കാണിക്കാതെ പിടിച്ചിരിക്കുക. ലാഭമൊക്കെ സൈലന്റ് ആയി പോയല്ലോ. നമ്മളെ കൊണ്ടെങ്കിലേ ലാഭമൊക്കെ പവർ. നമ്മളെ എച്ചോടിയാണ്. പിരിയുന്നതിൽ വിഷമമുണ്ടോയെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഞങ്ങളെ അത്യധികമായി സ്നേഹിച്ചു പോകുന്ന പിള്ളേരാണ്. അപ്പം നിങ്ങളുടെ ഒരു പോക്ക് അസമയത്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രത്തോളം അടുപ്പം ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് നിങ്ങൾ സൂക്ഷിച്ചു, സാറന്മാരെ എല്ലാം സ്നേഹിച്ചു. ഇച്ചിരി ഉഴപ്പുണ്ടെന്നുള്ള ഒരു പരാതി മാത്രമേ എനിക്കുള്ളൂ. ഇതെല്ലാം മാറി നല്ല നിലയിലൊക്കെ നിങ്ങൾ എത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം. സൗണ്ട് ഇവിടെ ആരും കേട്ടിട്ടില്ല. നീ ഹലോ, എന്താണ് നിനക്ക് വിഷമോ? എന്തോ ഇപ്പൊ തോന്നുന്നത്? സന്തോഷമുള്ളൂ. അങ്ങനൊന്നുമില്ല. പ്രോഗ്രാം വലിയ കാര്യങ്ങളൊക്കെ കാണാൻ പോവാ. എക്സൈറ്റഡ്. പ്രേക്ഷകർക്ക് നമസ്കാരം. അയ്യോ അമ്മേ. നീലേ റൈസ് കൂട്ടിയിട്ടോ. നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ അൽഫാം മന്തിയാണ്. ഫുഡ് അങ്ങനെ ഉണ്ടോ? സൈനോ അടിപൊളി. അങ്ങനെ ഇപ്പം ഫുഡൊക്കെ കഴിച്ച് കണ്ട് നേരെ ഞാനും കൂടെ ഇങ്ങനെ ഇരിക്കുവാണ്. കണ്ട എല്ലാവരും അവിടെ കഴിക്കുന്നു. മന്തിയായിരുന്നു, ഭയങ്കര ഹെവി ആയിരുന്നു. ഞാൻ ഇപ്പം ഇവിടെ കിടന്ന ഉറങ്ങും. ആ ലെവലായി ഭയങ്കര ക്ഷീണം. നമ്മളിനി നമ്മുടെ ഫസ്റ്റ്
അതെ, കേൾക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. എനിക്ക് തോന്നുന്നില്ല ഗൈസ്. ഫിനാൻസ് ആണ്. അങ്ങനെ നമ്മളെ പരിപാടിയെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ് ഇനിയുണ്ട് പരിപാടി ഉണ്ടോ? സംസാരിക്കാനുണ്ട്. ഒന്നുകൂടെ അടുത്തതായിട്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ്. വാങ്ങിക്കേ പെട്ടെന്ന്. ഓ മൈ ഗോഡ്, ഈ തച്ചോളി. ഗൈസ്, എൻ്റെ ഫോണിൻ്റെ ചാർജ് ഏകദേശം ഇപ്പോൾ തീരും. എല്ലാ പരിപാടിയും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ ഫെയർവെൽ എന്തായാലും അടിപൊളിയായിരുന്നല്ലോ. അതിന് എന്തായാലും നമ്മൾ അവസാനമായിട്ട് ഒരു ഫോട്ടോ എടുത്ത് നമ്മളെല്ലാം കൂടെ പിരിയാൻ പോകണതാണ്. ഇത് പെട്ടെന്ന് ഞാൻ നിർത്തുന്ന വെച്ചാൽ ഫോണിൽ ഒരു തുള്ളി ചാർജ് ഇല്ല. ഇപ്പോൾ ഓഫാം. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാം. അങ്ങനെ നമ്മൾ ഫെയർവെൽ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ കണ്ട ഒരു കരിക്കടയിൽ സോഡ കാര്യങ്ങളും കൂടെ കുടിക്കാൻ പറ്റുന്നത്. കാരണം മന്തിയെ കഴിച്ച് ഭയങ്കര ക്ഷീണം, പക്ഷേ നിൽക്കാൻ പോലും മതി, അമ്മായിട്ട് തളർന്നു പോയി. അപ്പോൾ നമ്മളെ കോളേജിൻ്റെ അടുത്തുള്ള ഇതാണ് കരിക്കട. ഇവിടെ വന്ന് നമ്മളൊരു സോഡ കാര്യങ്ങളും കുടിക്കാൻ പോകും അല്ലേ. അതിൽ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ അടുത്ത വ്ളോഗായിട്ട് വരുന്നവരെ